ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനും നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മാതൃകാപരമായ നിരവധി സംഭാവനകൾ നൽകിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇതിനുദാഹരണമാണ് രാജഭരണകാലത്തും സ്വാതന്ത്ര്യസമരകാലത്തും കേരളം മുന്നോട്ടുവച്ച ചരിത്രപരമായ പരിഷ്കാരങ്ങൾ. മുൻപ് കൊയിലൺ എന്നും ദേശിങ്ങനാട് എന്നും അറിയപ്പെട്ടിരുന്ന കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇന്ന് ജില്ലകളിലൂടെ എന്ന പരിപാടിയിൽ. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ വ്യാവസായിക കേന്ദ്രമായിരുന്നു കൊല്ലം. കൊല്ലം തുറമുഖം പ്രാചീന കാലം മുതലേ ഏറെ പ്രശസ്തി നേടി. വിദേശികൾ പുരാതന കാലം മുതൽക്കേ കൊല്ലം തുറമുഖവുമായി സജീവമായ വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നു. പുരാതനമായ വേണാട് നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൊല്ലം നഗരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ നിലയിൽ നടത്തുന്നതിനുള്ള ആദ്യഘട്ട ഉദ്യോഗസ്ഥ വിന്യാസം പൂർത്തിയായെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസർമാരുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കൃത്യതയോടെ പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം നിർദ്ദേശം നൽകി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ജോലികൾ സമയബന്ധിതമായി നിർവഹിക്കണമെന്നും സുതാര്യവും സുസജ്ജവുമായ നടപടിക്രമങ്ങളാണ് കൈക്കൊള്ളേണ്ടതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പരമാവധി പേരെ വോട്ട് ചെയ്യിക്കുകയാണ് ലക്ഷ്യം. ഇതിനായുള്ള നടപടികൾക്ക് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ജില്ല പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. എല്ലാ വരണാധികാരികളും ഉപവരണാധികാരികളും 16 മുതൽ നാമനിർദ്ദേശ പത്രികകൾ അവരവരുടെ ഓഫീസുകളിൽ സ്വീകരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷകർ ജനറൽ ഒബ്സർവറും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഒബ്സർവറും നമ്മുടെ ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. പുതുതായി വോട്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന 18 വയസ്സ് തികഞ്ഞവർ, ഇതുവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർ, അതുപോലെ SIR പട്ടിക, അതായത് തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്കും ഈ കാലയളവിൽ ഫോം 6 അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. അത് മാർച്ച് 23 വരെ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളുടെ സജ്ജീകരണങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ അതിൻ്റെ അതിൻ്റെ റാൻഡമൈസേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇലക്ഷനിൽ പ്രചരണ പരിപാടികൾ നടത്താൻ പാടുകയുള്ളൂ. ഭിന്നശേഷിക്കാരായവരും അതുപോലെ തന്നെ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അധികമായിട്ടുള്ള സൗകര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഹോം വോട്ടിംഗ്, വീടുകളിൽ ചെന്ന് ഇവരുടെ വോട്ടുകൾ ചെയ്യിക്കാനുള്ള സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് BLO മുഖാന്തരം ഇത്തരത്തിലുള്ള വോട്ടർമാരുടെ വീടുകളിൽ എല്ലാ BLOമാരും വീടുകളിൽ എത്തിക്കും. ഇത്തരത്തിൽപ്പെട്ട വോട്ടർമാർ, ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരും അവരുടെ വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോറം 12D പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകി കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭരണാധികാരികൾ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് മുൻകൂട്ടി തന്നെ വീടുകളിൽ ചെന്ന് അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി ശേഖരിക്കുന്നതാണ്. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വോട്ട് നമ്മുടെ അഭിമാനം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. ആ സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ നിയോജകമണ്ഡലങ്ങളുടെയും ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് മത്സ്യബന്ധന മേഖലയായിട്ടുള്ള തീരപ്രദേശങ്ങൾ, അതുപോലെ മലയോര മേഖലകൾ, ഇടനാടുകളും എല്ലാം ഉൾപ്പെടുന്ന മേഖലകളിൽ ഇതിൻ്റെ വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വീപ്പ് പ്രചരണ പരിപാടി നടത്തുന്നുണ്ട്.
പ്രധാനമായിട്ടും ഈ സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്ന ഈ പദ്ധതിയിലൂടെ ആശയ പ്രചാരണത്തിനും ബോധവൽക്കരണത്തിനുമാണ് ശ്രമിക്കുന്നത്. അത് കോളേജ് ക്യാമ്പസുകളായാലും 18 വയസ്സിനും 18, 19, 20 ആ രീതിയിലുള്ള യുവാക്കളെ, അത്രയും വയസ്സുള്ള യുവാക്കളെ, പ്രായത്തിലുള്ള യുവാക്കളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ബോധവൽക്കരണ പരിപാടികളാണ് ഈ കാലയളവിൽ നടത്തുന്നത്. സബ് കളക്ടർ കൊല്ലമാണ് ഇതിൻ്റെ ചുമതല നിർവഹിക്കുന്നത്, സ്വീപ്പ് ഇന്ത്യൻ നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ പട്ടികവർഗ മേഖലയായാലും മലയോര മേഖലയായാലും അതുപോലെ തീരപ്രദേശങ്ങളായാലും ആ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളുടെ ഓഫീസിൽ നിന്നും അതിൻ്റെ ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ചുകൂടി ഊർജിതമാക്കുന്നതിന്, അതുപോലെ വോട്ടർമാരിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ നല്ല ആവേശം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഇടപെടൽ, അതിപ്പോൾ ക്യാമ്പസുകളിലെ ക്വിസ് പ്രോഗ്രാം ആയാലും അല്ലെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻ, പ്രസംഗ മത്സരമോ, അത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ്, ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ഇലക്ഷനാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ കാലയളവിൽ ഉദ്ദേശിക്കുന്നത്. രാജ്യാന്തര നിലവാരത്തിലുള്ള ബൂത്ത് സജ്ജീകരിക്കുന്നത് മുതൽ ഭിന്നശേഷിക്കാർ, മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയവർക്കെല്ലാം സുഗമമായി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമവും കുറ്റമറ്റതും ആക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ജില്ലയിൽ നടപ്പാക്കി വരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം മാധ്യമ നിരീക്ഷണത്തിൽ സാമൂഹിക മാധ്യമങ്ങളുടെ ഇടപെടലുകളും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രചാരണവും കർശന നിരീക്ഷണത്തിന് വിധേയമാക്കും. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി 2707 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും 8121 പോളിംഗ് ഓഫീസർമാരെയും 180 മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിക്കും. ജില്ലയിലാകെ 202 സെക്ടർ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് 3 ഘട്ടങ്ങളിലായി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ പരിശീലനം നൽകി വരുന്നു. 2820 വോട്ടിംഗ് മെഷീനുകളാണ് ഈ തെരഞ്ഞെടുപ്പിനായി ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഇവയുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി. ഇന്നലെ ഇവയുടെ റാൻഡമൈസേഷനും നടത്തി. 2ാം ഘട്ട റാൻഡമൈസേഷനും കമ്മീഷനിങ്ങും വരണാധികാരികൾ നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ നടത്തും. കേന്ദ്ര പൊതുനിരീക്ഷകർ ഇന്നലെ ജില്ലയിലെത്തി. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും സംവിധാനങ്ങളും പൊതുനിരീക്ഷകർ വിലയിരുത്തി. വരണാധികാരികളുടെ ഓഫീസുകളും പൊതുനിരീക്ഷകർ സന്ദർശിച്ചു. കൺട്രോൾ റൂമിലെയും മാധ്യമ നിരീക്ഷണ സെല്ലിലെയും സൗകര്യങ്ങളും പൊതുനിരീക്ഷണ സംഘം വിലയിരുത്തി. ചെലവ് നിരീക്ഷണത്തിനും മാതൃകാ പെരുമാറ്റച്ചട്ടപാലനം ഉറപ്പാക്കുന്നതിനും പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തനനിരതമാണ്. അനധികൃത പണം, ലഹരി, മറ്റ് നിരോധിത വസ്തുക്കൾ എന്നിവയുടെ കടത്തു തടയുന്നതിനായി റോഡുകളിൽ പരിശോധന ശക്തമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടപാലനം ഉറപ്പാക്കുന്നതിനായി ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡിൻ്റെ നിരീക്ഷണവുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹരിതചട്ടം പാലിച്ചായിരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊല്ലം നഗരത്തിലും കരുനാഗപ്പള്ളിയിലും റൂട്ട് മാർച്ചുകൾ നടത്തി. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ റൂട്ട് മാർച്ചിൽ പോലീസ് സേനാംഗങ്ങളും കേന്ദ്ര സായുധ സേനാംഗങ്ങളും പങ്കെടുത്തു. പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ജില്ലയിലുള്ളത്. കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നിവയാണ് അവ. ഇതിൽ കുന്നത്തൂർ സംവരണ മണ്ഡലമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.23% പോളിംഗ്. 9 മണ്ഡലങ്ങൾ LDF-നൊപ്പം നിന്നപ്പോൾ 2 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്കായിരുന്നു ജയം. ചവറ, പത്തനാപുരം എന്നീ മണ്ഡലങ്ങൾ UDF-ൽ നിന്ന് LDF തിരിച്ചുപിടിക്കുകയും ഇത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിലനിർത്തുകയും ചെയ്തു. എന്നാൽ LDF-നൊപ്പം നിന്ന കരുനാഗപ്പള്ളി, കുണ്ടറ എന്നീ മണ്ഡലങ്ങളിൽ 2021 UDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 2011 മുതൽ കുന്നത്തൂർ, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ LDF-നൊപ്പമാണ്. ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ തുടരുന്നു. നിലവിലെ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലായി ആകെ
20,84,011 വോട്ടർമാരാണുള്ളത്. വോട്ടർമാരുടെ എണ്ണത്തിൽ സ്ത്രീകളാണ് മുന്നിൽ. പുരുഷ വോട്ടർമാരുടെ എണ്ണത്തെക്കാൾ 91,451 സ്ത്രീ വോട്ടർമാർ കൂടുതലുണ്ട്. 21 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ജില്ലയിലുണ്ട്. 26,451 കന്നി വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായ പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇത്തവണ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു വരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിനായി ബോധവത്കരണ പ്രവർത്തനങ്ങളും വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്ന പ്രദർശന പരിപാടികളും ജില്ലയിൽ പുരോഗമിക്കുകയാണ്. യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് കലാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരം പരിപാടികൾ നടത്തിവരുന്നു. ജില്ലയിൽ 2256 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെയുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ 440 പോളിംഗ് സ്റ്റേഷനുകളും നഗരപ്രദേശങ്ങളിൽ 1816 പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ട്. വോട്ടർമാർക്കുള്ള സൗകര്യങ്ങൾ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കും. 55 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 11 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ സജ്ജമാക്കാനും പദ്ധതിയുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് 180 പോളിംഗ് സ്റ്റേഷനുകളെയാണ്. ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിനൊപ്പം നിരീക്ഷണ ക്യാമറകളും സജ്ജമാക്കും. മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിൽ LDFും ഭരണവിരുദ്ധ വികാരം, അഴിമതി തുടങ്ങിയവ ഉയർത്തിക്കാട്ടി UDFും മത്സര രംഗത്തിറങ്ങുമ്പോൾ വിശ്വാസ സംരക്ഷണം, ഭരണമാറ്റം എന്നീ വിഷയങ്ങളാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ തുടങ്ങിയവരാണ് ജില്ലയിൽ നിന്ന് ഇത്തവണ വീണ്ടും ജനവിധി തേടുന്ന മന്ത്രിമാർ. കൊല്ലം ജില്ലയിൽ ഇത്തവണ ജനവിധി തേടുന്ന വിവിധ മുന്നണികളുടെ പ്രമുഖ സ്ഥാനാർത്ഥികളെക്കുറിച്ചും പ്രചാരണത്തെക്കുറിച്ചും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ഭൂരിഭാഗം സീറ്റുകളിലും 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ജില്ലയിലെ മത്സരചിത്രം തെളിയുകയാണ്. ഇന്നലെ 4 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. കൊല്ലം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദുകൃഷ്ണ, കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി, കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, ചവറയിലെ LDF സ്ഥാനാർത്ഥി സുജിത് വിജയൻപിള്ള എന്നിവരാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. UDFും LDFും ജില്ലയിലെ 11 മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. NDA 9 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. UDFിൽ കോൺഗ്രസ് 7 സീറ്റുകളിലും RSP 3 സീറ്റുകളിലും മുസ്ലിം ലീഗ് 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. LDFിൽ CPIM സ്വതന്ത്രൻ ഉൾപ്പെടെ 5 സീറ്റുകളിലും CPI 4 സീറ്റുകളിലും കേരള കോൺഗ്രസ് B 1 സീറ്റിലും RSP ലെനിനിസ്റ്റ് 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. NDA മുന്നണി പ്രഖ്യാപിച്ച 9 സീറ്റുകളിൽ 6ഇടത്ത് BJPയും 2ഇടത്ത് ഘടകകക്ഷിയായ 2020യും 20 BDGSുമാണ് മത്സരിക്കുന്നത്. പരസ്യ പ്രചാരണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ റോഡ് ഷോയാണ് നടക്കുന്നത്. ചുവരെഴുത്തുകൾക്കും പോസ്റ്ററുകൾക്കും പുറമെ സോഷ്യൽ മീഡിയ മുഖേനയുള്ള പ്രചാരണവും ദൃശ്യമാണ്. ജില്ലയിൽ മന്ത്രിമാരും MLAമാരും മത്സരരംഗത്തുണ്ട്. കൊട്ടാരക്കര, ചവറ, പത്തനാപുരം, കരുനാഗപ്പള്ളി, കൊല്ലം എന്നീ മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ ശ്രദ്ധേയമാകും. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും LDF വിട്ട് UDFിലേക്ക് എത്തിയ ആയിഷ പോറ്റിയും തമ്മിലാണ് പോരാട്ടം. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും LDF സ്വതന്ത്രൻ സുജിത് വിജയൻപിള്ളയുമാണ് ചവറയിൽ ഏറ്റുമുട്ടുന്നത്. മന്ത്രിമാരായിരുന്ന J ചിഞ്ചുറാണി ചടയമംഗലത്തും KB ഗണേഷ് കുമാർ പത്തനാപുരത്തും ജനവിധി തേടുന്നുണ്ട്. കേരളത്തെ മുന്നോട്ട് നയിക്കാൻ മികച്ച ജനപ്രതിനിധികളെ ലഭിക്കുന്നതിന് പൗരന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നായ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ സമാപിക്കുന്നു. ഏകോപനം ലെമി G നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.